ഇറാൻ നിർണായക സമാധാന ചർച്ച ഇന്ന് പാകിസ്ഥാനിൽ തുടങ്ങും. ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ ഇസ്ലാമാബാദിലെത്തി. ചർച്ചയ്ക്കിടയിലും ലെബനാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. സമ്പൂർണ്ണ കരാറിൽ എത്തും വരെ ഗൾഫിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഹോർമിസിലൂടെ പ്രതിദിനം 15 കപ്പലുകൾ മാത്രമേ കടത്തിവിടൂ എന്ന് ഇറാനും പ്രഖ്യാപിച്ചു. MCA നാസർ വിവരങ്ങളുമായി ചേരുകയാണ്. MCA, ഇതിപ്പോൾ സ്വാഭാവികമായി ഇസ്ലാമാബാദിലെത്തി ചർച്ച തുടങ്ങാൻ പോവുകയാണ്. അതിനിടയിലും ഇസ്രായേൽ ഈ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ലെബനാനിൽ തുടരെ ആക്രമണം ഉണ്ടാകുന്നു. ഒരുപക്ഷെ അതിന് മറുപടി എന്നോണമായിരിക്കാം ഒരുപക്ഷെ ഇറാൻ ഇപ്പോൾ ഒരു ദിവസം 15 കപ്പലുകൾ മാത്രമേ ഹോർമസിലൂടെ കടത്തിവിടൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടിയൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ട്, 2 ആഴ്ചത്തേക്ക് സമാധാനപരമായി പോകും എന്ന് പറയുമ്പോൾ പോലും പൂർണ്ണമായും സമാധാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഈ ചർച്ചയുടെ റിസൾട്ട് എന്താകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? മഹേഷ്, ഇത് വളരെ പൊടുന്നനെ ഒരു തീർപ്പുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 2 ആഴ്ചക്കാലത്തെ സമയമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ പോലും വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയായിരിക്കും. കാരണം ഒരു അന്തിമ കരാറിലേക്ക് എത്തുക എന്നത്. കാരണം ഇപ്പോൾ 10 ഉപാധികളാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വെച്ചത്. 15 ഉപാധികൾ അമേരിക്കയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ വലിയ തോതിലുള്ള ഒരു അകലമുണ്ട്. ആ അകലം കുറച്ചു കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് തങ്ങൾ ഊർജിതമായിട്ടുള്ള നീക്കങ്ങൾ തുടരുന്നതെന്ന് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. ഈജിപ്ത്, തുർക്കി എന്നീ മധ്യസ്ഥ രാജ്യങ്ങളും തിരക്കിട്ട നീക്കങ്ങളും ആശയവിനിമയവും തുടരുകയാണ്. പ്രധാനമായ ചർച്ച ഒരുപക്ഷെ നാളെ കാലത്ത് മാത്രമായിരിക്കും നടക്കുക എന്നതാണ് ഏറ്റവും അവസാനമായിട്ട് പാകിസ്ഥാൻ നൽകുന്ന സൂചനകൾ. കാരണം ഒരു ചട്ടക്കൂട് ആദ്യം രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഏതൊക്കെ വിഷയങ്ങൾ മുൻഗണനാക്രമത്തിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരണമെന്ന കാര്യത്തിൽ വ്യക്തത വേണം. ഇതിൽ നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വെടിനിർത്തൽ സാധ്യത, സമാധാന നീക്കം അട്ടിമറിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആണ് തിരക്കിട്ട നീക്കങ്ങളിൽ ഏർപ്പെട്ടത്. കാരണം 2 ദിവസം മുമ്പ് ബെയ്റൂത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ 303 പേരാണ് കൊല്ലപ്പെട്ടത്. 1200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതോടുകൂടിയാണ് ഇറാൻ തങ്ങളുടെ നിലപാട് കടുപ്പിച്ചത്. കാരണം ലെബനാനിലും യുദ്ധം നിർത്തുമെന്നത് ഒരു കരാറിന്റെ ഭാഗമാണ് എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനും അത് ശരിവെക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയും ഇസ്രായേലും പറയുന്നത് ലെബനാൻ ഈ കരാറിന്റെ ഭാഗമല്ല എന്നാണ്. ഇപ്പോൾ ഈ വൈകിട്ടും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ലെബനാനിൽ തുടരുന്നത്. ഒരു ആംബുലൻസിന് നേരെ പോലും ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ലെബനാൻ യുദ്ധം നിർത്തുക എന്നത് ഇറാൻ വളരെ ശക്തമായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹോർമസിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട അമേരിക്ക പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ ആശങ്കകൾ അത് അംഗീകരിക്കാനാവില്ല എന്നുകൂടി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു ഗൗരവപൂർണ്ണമായിട്ടുള്ള ചർച്ചയിലേക്ക് കടക്കുക. എന്തായാലും മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ വലിയ പ്രതീക്ഷയിലാണ്. ഇന്ന് രാത്രിയും മറ്റുമായിട്ട് ഒരു സാങ്കേതിക ചർച്ചകൾ തുടരും. പക്ഷെ നാളെ ആയിരിക്കും പ്രധാനപ്പെട്ട ചർച്ച ഇസ്ലാമാബാദിൽ നടക്കുക. മഹേഷ്. ഓക്കെ, MCA, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലെബനാന് നേരെയുള്ള തുടർ ആക്രമണങ്ങൾ, അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ നിലപാട് അവർ ഒന്നുകൂടി കടുപ്പിക്കുകയാണല്ലോ. ഹോർമുസ് വഴി 15 കപ്പലുകൾ മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്നുള്ളത്. സ്വാഭാവികമായി ഈ ചർച്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ വന്നാൽ ഹോർമുസ് വഴി കൂടുതൽ വ്യാപാര കപ്പലുകൾ കടന്നു വരാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ടോ? അതല്ല, ഹോർമുസ് ആണ് ഞങ്ങളുടെ തുരുപ്പിച്ചിട്ട് എന്ന് സ്വാഭാവികമായി ഇറാൻ കരുതുന്നുണ്ടാകുമല്ലോ. അത് പൂർണ്ണമായും തുറന്നു കൊടുക്കുക എന്നുള്ളത് ഈ ചർച്ചയുടെ ഏറ്റവും ഒടുക്കം റിസൾട്ട് ഏറ്റവും ഇറാൻ അനുകൂലമായി വരുന്ന സാഹചര്യത്തിൽ മാത്രമാകുമോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ പോവുക? മനുഷ്യ തീർച്ചയായിട്ടും ഇപ്പോൾ ആകെ പ്രത്യക്ഷമായിട്ടൊരു നേട്ടം എന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഏറെക്കുറെ പൂർണ്ണമായിട്ട് പിന്നിട്ട് 24 മണിക്കൂറായിട്ട് ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായിരുന്നത് കുവൈത്തിന് നേരെയുള്ള ഡ്രോൺ ആക്രമണമാണ്. അത് തങ്ങൾ നടത്തിയതല്ല എന്ന് ഇറാൻ വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഇസ്രായേലിന് നേർക്കും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരു ആനുപാതികമായി തന്നെ അമേരിക്കയോ ഇസ്രായേലോ ചേർന്നുകൊണ്ട് ഇറാൻ നഗരങ്ങളിലേക്കും ആക്രമണം നടത്തിയിട്ടില്ല. ആക്രമണത്തിന്റെ ആദ്യഘട്ടം ഏറെക്കുറെ വളരെ സമാധാനപരമായിട്ട് ഈ പിന്നിട്ട് 24 മണിക്കൂർ കടന്നു പോവുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മഹേഷ് സൂചിപ്പിച്ചതുപോലെ ഈ 2 ആഴ്ചക്കാലം ഹോർമസിനെ പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കി വിടും എന്ന ഒരു തീർപ്പുണ്ടായിരുന്നു. അക്കാര്യം ഇനിയും അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല. അതിന് പ്രധാന തടസ്സമായിട്ട് ഇറാൻ ഉന്നയിക്കുന്നത് ലെബനാനിലെ യുദ്ധം തന്നെയാണ്. കാരണം ലെബനാൻ ജനതയോടുള്ള ഹിസ്ബുല്ലയോടുള്ള തങ്ങളുടെ ഐക്യം അത് വളരെ ശക്തമാണ്. അതിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവുകയില്ല എന്ന് ഇറാൻ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭാവിയിൽ
തങ്ങൾക്ക് നേരെ ഒരു ആക്രമണവും ഉണ്ടാകില്ല എന്ന് വളരെ രേഖാമൂലം തന്നെ ഉറപ്പ് വേണമെന്ന് കൂടിയാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഇത് രണ്ടും വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഹോർമസിന്റെ കാര്യത്തിൽ നേരത്തെ തീരുമാനിച്ച പോലെ ധാരണ പ്രകാരം മുന്നോട്ട് പോകും. പക്ഷെ അവിടെ പോലും തങ്ങൾക്ക് ചുങ്കം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള അധികാരം അമേരിക്ക പോലും അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ വലിയ ഒരു ഭിന്നത അമേരിക്കയ്ക്കും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും GCC രാജ്യങ്ങൾക്കുമുണ്ട്. അവരൊക്കെയും ആവശ്യപ്പെടുന്നത് ഈ കപ്പൽ മേഖലയിൽ, ഈ കപ്പൽ പാതയിൽ ചുങ്കം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇറാന്റെ അപ്രമാദിത്വം അവിടെ അംഗീകരിച്ചു കൊടുക്കരുത് എന്നാണ്. പക്ഷെ അത് എത്ര കണ്ട് അമേരിക്കക്ക് ഈ ചർച്ചയിലൂടെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നത് ഏറ്റവും പ്രധാനമായിരിക്കും. ഇപ്പോൾ വളരെ പരിമിതമായിട്ടുള്ള കപ്പലുകൾ, അതും ഇറാന്റെ പൂർണ്ണ അനുമതിയോടുകൂടി മാത്രമാണ് ഇപ്പോൾ ഈ ഹോർമസിലൂടെ ഈ പിന്നിട്ട 24 മണിക്കൂറായിട്ട് കടന്നു പോകുന്നത്. MJ നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.